അരുൺ, ഇപ്പോൾ നിലവിൽ നാവികസേനാംഗങ്ങൾ അങ്ങോട്ടേക്ക് വീണ്ടും എത്തുന്നു. തുടക്കത്തിൽ തന്നെ നമുക്കറിയാം നാവികസേനയുടെ തെരച്ചിൽ അവിടെ പുഴയിൽ നടന്നതാണ്. പക്ഷേ ലോറി പുഴയിലില്ല എന്ന ഒരു നിഗമനത്തിൽ അവർ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. പക്ഷെ വീണ്ടും ആ തരത്തിലേക്കൊരു തെരച്ചിൽ നടത്തുന്നതിൻ്റെ സാഹചര്യം എന്താണ്? നിലവിൽ അത്തരത്തിലേക്ക് സംശയം വീണ്ടും ഉയർന്നിട്ടുണ്ടോ? അനുജ, നിലവിൽ ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത് ഇന്നലെ സിഗ്നൽ ലഭിച്ച, അതായത് പ്രധാനപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള ഒരു സിഗ്നൽ ഇന്നലെ ലഭിച്ചിരുന്നു വൈകിട്ട് റഡാർ പരിശോധനയിൽ. ആ പരിശോധനയിൽ ലഭിച്ച സിഗ്നലിന്റെ ആ ഒരു പോയിന്റിലാണ്. ആ പോയിന്റിൽ എന്ന് പറയുന്നത് നമ്മൾ നിലവിൽ ഈ രാവിലത്തെ ദൃശ്യങ്ങളിൽ കണ്ട ആ മണ്ണ് നീക്കം ചെയ്യുന്ന സ്ഥലത്തിന് തൊട്ടു മുകളിലാണ് ആ സ്ഥലം. അത് കൃത്യമായി അവർ അത് ലൊക്കേറ്റ് ചെയ്ത് തിരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് താഴെ നിന്ന് മണ്ണെടുത്ത് തുടങ്ങുക, മണ്ണ് നീക്കം ചെയ്യുക, മണ്ണും ചെളിയും വലിയ കൂന പോലെ മണ്ണും ചെളിയും ഉണ്ട്, അത് നീക്കം ചെയ്ത് ആ പോയിന്റിലേക്ക് അതൊരു ഒരു വിസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ ആ രീതിയിലുള്ള മണ്ണ് നീക്കിയുള്ള പ്രവർത്തനം അവർ ആരംഭിച്ചത്. ആ സൈന്യം രാവിലെ തന്നെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചത്. പിന്നീട് 11 മണിക്ക് അവരുടെ സംഘം എത്തിച്ചേരുമെന്ന് അറിയിച്ചു. ഇപ്പോൾ നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് സൈന്യം എത്താൻ ഇനിയും വൈകും എന്നതാണ്. 2 മണിയോടെ മാത്രമേ ബലഗാവിയിൽ നിന്നുള്ള 40 അംഗ സംഘം ഈ അപകട സ്ഥലത്ത് എത്തിച്ചേരൂ. സൈന്യം എത്തിയാൽ മാത്രമേ ഇനിയുള്ള അടുത്ത രക്ഷാപ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ NDRF-ഉം നേവി ഉൾപ്പെടെ അവിടെ ഉണ്ടെങ്കിൽ പോലും അത്തരം വേറെ എന്തെങ്കിലും ഒരു രക്ഷാപ്രവർത്തന രീതിയിലേക്ക് അവർ കടന്നിട്ടില്ല. ഇനി സൈന്യം ഇതിനകം ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെത്തിയതിനു ശേഷം അവരുടെ നേതൃത്വത്തിലായിരിക്കും ഇനി ഒരു തെരച്ചിൽ നടത്തുക. അതിനിടെയാണ് നാവികസേനയുടെ ഒരു സ്കൂബ സംഘം, ഈ കാർവാറിൽ നിന്നുള്ള സംഘം അല്പസമയം മുമ്പ് ഈ അപകട സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. ആ ഘട്ടത്തിൽ നമ്മൾ സ്ഥലത്തുണ്ടായിരുന്ന കാർവാർ MLA-യോട് ആ കാര്യം ചോദിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നാവികസേനയുടെ ഈ പുഴയിലെ തെരച്ചിലിൽ പുഴയിൽ ഈ ലോറിയുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത 1% പോലും ഇല്ല എന്ന് പറഞ്ഞ് ഈ നാവികസേനയുടെ നേരത്തെ തെരച്ചിൽ നിർത്തിയതായിരുന്നു. വീണ്ടും ഈ പുഴയിൽ ഈ നേവിയുടെ തെരച്ചിൽ ആരംഭിക്കുമ്പോൾ എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് ലഭിച്ച മറുപടി എന്നുള്ളത് ആ സാധ്യത ഇപ്പോൾ തള്ളിക്കളയാൻ സാധിക്കില്ല എന്നതാണ്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഘടകങ്ങൾ, നേരത്തെ ഈ ലോറിയുടെ ഒരു GPS പോയിന്റ് ലഭിച്ചിരുന്നു. ആ GPS പോയിന്റിൽ അതിന് ചുറ്റുമുള്ള 30 മീറ്റർ ചുറ്റളവിൽ ഈ റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തി. എന്നാൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. നിലവിൽ അതോടൊപ്പം തന്നെ ഇന്നലെ ലഭിച്ച സിഗ്നൽ അതാണ് ഏകെയുള്ള ഒരു പ്രതീക്ഷ. ആ സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടക്കുന്നു. എന്നാൽ നമുക്ക് സമാന്തരമായി ഈ പുഴയിൽ ഈ നിറഞ്ഞൊഴുകിയിരിക്കുന്ന ഗംഗാവലി പുഴയിൽ കൂടി നമുക്ക് തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഈ നേവി എത്തിച്ചുകൊണ്ട് നടത്തുന്നത് എന്നതാണ് പറയുന്നത്. ആ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല. തെരച്ചിലിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആ സാധ്യത, അത്തരത്തിലുള്ള സാധ്യത കൂടി ഉണ്ട് എന്നൊരു നിഗമനത്തിൽ അവരെത്തുന്നു. അതുകൊണ്ടാണ് ഈ നേവിയുടെ തെരച്ചിൽ പുഴയിൽ കൂടി നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കാർവാറിൽ നിന്ന് ആ സംഘം ഇവിടെ എത്തി. അവർ ഇതിനകം തന്നെ ഈ പ്രത്യേക ബോട്ടുകളൊക്കെ ഉപയോഗിച്ച് അവർ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നത് ആ സൈന്യത്തിൻ്റെ ഒരു വരവിനാണ്. അതിനിടെ ഇപ്പോൾ നിലവിൽ നമ്മൾ രാവിലെ കണ്ട ആ പോയിന്റിൽ, അതായത് ഈ ഇന്നലെ സിഗ്നൽ ലഭിച്ചിരുന്ന, ഈ റഡാർ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചിരുന്ന ആ പോയിന്റിന് താഴെയുള്ള മണ്ണ് ഏകദേശം പകുതിയോളം തന്നെ ഈ രക്ഷാപ്രവർത്തകർ നീക്കം ചെയ്തിട്ടുണ്ട്. ചെളിയും മണ്ണും നീക്കം ചെയ്തിട്ടുണ്ട് എന്നതാണ്. എന്നാൽ എന്തെങ്കിലും ഒരു മെറ്റൽ സാന്നിധ്യം നിലവിൽ കണ്ടെത്തിയിട്ടില്ല. ഒരുപക്ഷെ ഈ കഴിഞ്ഞ 6 ദിവസമായി ഈ ഇത്ര വലിയ മൺകൂനയുടെ അടിയിലായിരിക്കാം ഒരുപക്ഷെ ഈ ലോറി ഉണ്ടാവുക. അതുകൊണ്ട് ഈ അതിൻ്റെ മുകളിലുള്ള ഈ പ്രതലത്തിലെ മണ്ണ് ചളിയും നീക്കം ചെയ്തതുകൊണ്ട് ആ മെറ്റൽ സാന്നിധ്യം കണ്ടെത്തണമെന്നില്ല. റഡാർ പരിശോധനയിൽ കുറച്ചുകൂടി ആഴത്തിലുള്ള സിഗ്നലുകൾ ലഭിക്കുന്നത് കൊണ്ടായിരിക്കാം കുറച്ചുകൂടി ഒരു മെറ്റൽ ഒരു സാന്നിധ്യം എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ സാധ്യതയുള്ള ഒരു സിഗ്നൽ നമുക്ക് ഇന്നലെ ലഭിച്ചത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് എന്തായാലും ഉള്ളത്. സൈന്യം എത്തിയാൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു അടുത്തൊരു ഒരു ഘട്ടത്തിലേക്ക് ഇനി കടക്കാൻ കഴിയുള്ളൂ. അവർ ഏത് രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഈ സംഭവ സ്ഥലം, ഈ സ്പോട്ടിലെത്തിയതിനു ശേഷം അവർ അവലംബിക്കുക എന്നുള്ളത് ഏറെ നിർണായകമാണ്. ഒരുപക്ഷെ ഈ സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും അവരുടെ തെരച്ചിൽ. അവർ ഒരുപക്ഷെ ഈ പുഴയിൽ കൂടി സൈന്യത്തിന്റെ ഒരു ടീം തെരച്ചിൽ നടത്താനുള്ള സാധ്യതയുമുണ്ട്. അനുജ, അരുൺ, ഇതിൽ ഇന്നലെ 3 തരം സിഗ്നലുകൾ കിട്ടിയിരുന്നു. പക്ഷേ അത് അവ്യക്തത നിറഞ്ഞതായിരുന്നു എന്നൊക്കെ നമ്മൾ പിന്നീട് കണ്ടതാണ്. ഇന്ന് ആ തരത്തിലേക്ക് ഏതെങ്കിലും സിഗ്നൽ, എന്തെങ്കിലും സൂചനകളൊക്കെ ലഭിക്കുന്നതായി രക്ഷാസംഘത്തിന്റെ ഭാഗത്ത് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? നിങ്ങളിപ്പോൾ അവിടെ ഈ പ്രവർത്തനം നടക്കുന്നതിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
അനുജ, നമുക്ക് രാവിലെ അവിടെ MLA-യുടെ സാന്നിധ്യത്തിൽ നമുക്ക് അവിടെ രാവിലെ പ്രവേശനം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നതിനിടെയാണ് നമ്മുടെ അവിടെ നിന്ന് നീക്കം ചെയ്തത്. മുഴുവൻ മാധ്യമപ്രവർത്തകരെയും നിലവിൽ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. എന്നാൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് എന്തായാലും റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന അവിടെ നടക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇന്നലെ ലഭിച്ചിട്ടുള്ള സിഗ്നൽ അതൊരു പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു തെരച്ചിൽ രീതിയാണ് ഇന്ന് നടക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ വലിയ ചെളിയും മണ്ണും നിറഞ്ഞ ഈ കൂന നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് രാവിലെ തൊട്ട് നടന്നുകൊണ്ടിരുന്നത്. അതിൽ കുറച്ചു ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കാനും കുറച്ച് വൈകി എന്നുള്ള ഉൾപ്പെടെയുള്ള ആക്ഷേപം അവരെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് രാവിലെ കുറച്ച് വൈകിയാണ് ഇന്ന് തുടങ്ങുകയും ചെയ്തത്. എന്നാൽ ഈ ഇന്നലെ ലഭിച്ചിട്ടുള്ള 3 സിഗ്നലുകൾ, ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്ന റഡാർ പരിശോധനയിലെ 3 സിഗ്നലുകൾ, ആ 3 സിഗ്നലുകളിലും ഈ ലോറിയുടെ എന്ന് തോന്നിക്കുന്ന അതിന്റെ സാധ്യത കൽപ്പിക്കുന്ന എന്തെങ്കിലും ഒരു മെറ്റൽ സാന്നിധ്യം അതിൽ കണ്ടെത്താൻ അവരുടെ മോണിറ്ററിംഗിൽ സാധിച്ചിട്ടില്ല. എന്നാൽ വൈകിട്ടോടെ നമ്മുടെ മലയാളി രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ദൗത്യ സംഘം ഈ റഡാർ പരിശോധനയ്ക്കൊപ്പം ചേർന്നിരുന്നു. അതിനുശേഷം NIT-യിലെ വിദഗ്ധ സംഘം തന്നെ പറഞ്ഞത് വൈകിട്ട് ലഭിച്ച സിഗ്നലിൽ കുറച്ചുകൂടി ഒരു നമുക്ക് ഈ പറയണ ഒരു മെറ്റൽ കണ്ടന്റിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ അവിടെ അത് അവർക്ക് കൃത്യമായ ഒരു ക്ലാരിറ്റിയോടെ സ്ഥിരീകരിക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നം ഈ വലിയ ഒരു മൺകൂനയാണ്. അത് മണ്ണ് എന്നതിനപ്പുറത്തേക്ക് വലിയ ചളി നിറഞ്ഞ ഒരു രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കതൊരു സ്ഥിരീകരിച്ച് വ്യക്തമായി അതൊരു ലോറിയുടെ നമ്മൾ ഇപ്പോൾ കരുതുന്ന ആ ലോറിയുടെ ഒരു കണ്ടന്റ് ആണെന്ന് അവർക്ക് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ ഈ ചെളി നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നത്. നമുക്ക് അറിയുന്നത് പോലെ സൈന്യത്തിന്റെ പക്കലും ഈ റഡാർ സംവിധാനങ്ങൾ അവരുടെ കുറച്ചുകൂടി വിസിബിലിറ്റി ഉള്ള റഡാർ സംവിധാനങ്ങൾ അവരുടെ പക്കലുമുണ്ട്. അതുൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ സൈന്യവും ഉപയോഗിക്കും. അതിനൊപ്പം അവർ ഈ പുഴയിലും തെരച്ചിൽ നടത്താനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. അതാണിപ്പോൾ നിലവിലുള്ള തെരച്ചിൽ. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് അരുൺ പൂപ്പറമ്പ നൽകിയത്. നാവികസേനാംഗങ്ങൾ പുഴയിൽ തെരച്ചിൽ നടത്തുന്നു. കൂടാതെ മണ്ണ് നീക്കിയുള്ള പരിശോധന അതും നടക്കുന്നുണ്ട്.